വിശദമായ വാർത്തയിലേക്ക്. നിതീഷ് കുമാറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി വീരേന്ദ്രകുമാർ. പാർട്ടി തീരുമാനം നിതീഷ് അട്ടിമറിച്ചതായും നിതീഷ് കുമാറിന്റെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം കേരള ഘടകം അംഗീകരിക്കുന്നില്ലെന്നും വീരേന്ദ്രകുമാർ വ്യക്തമാക്കി. രാജ്യസഭാ അംഗത്വം രാജിവെക്കേണ്ടി വന്നാലും വീരേന്ദ്രകുമാർ പറഞ്ഞു. ശരത് യാദവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിതീഷ് കുമാറുമായിട്ടുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. കേരള പാർട്ടി ഈ ഫാസിസ്റ്റ് ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അംഗീകരിക്കേണ്ട പ്രശ്നമേ ഇല്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ ഫാസിസ്റ്റിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ രാജ്യസഭ എന്നൊരു പ്രശ്നമല്ല. വേണമെങ്കിൽ വെക്കും, എന്നാൽ ഇതുവരെ കോംപ്രമൈസ് ചെയ്യില്ല. നിതീഷ് കുമാറിന്റെ ഇത് അവസരവാദ നിലപാടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. JDU UDF വിട്ടുവന്നാൽ LDF എടുക്കുന്ന കാര്യം പരിഗണിക്കും. JDUവിനോടുള്ള രാഷ്ട്രീയ സമീപനം അവരുടെ നിലപാടുകൾക്കനുസൃതമായെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഈ നിതീഷ് കുമാറിന്റെ പാർട്ടി ജനതാദൾ U ഇന്ന് കേരളത്തിൽ UDFന്റെ കൂടെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ജനതാദൾ U, വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ U ഏത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നിതീഷ് കുമാറിൻ്റെ കൂടെ നിന്നുകൊണ്ട് വീരേന്ദ്രകുമാർ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം സംരക്ഷിക്കാൻ കഴിയില്ല. ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ജനതാദൾ യുവിനോടുള്ള സമീപനം അവരെടുക്കുന്ന രാഷ്ട്രീയം നോക്കിയിട്ടാണ്. ഇത് വ്യക്തിപരമല്ല. അവർ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വീരേന്ദ്രകുമാർ വിഭാഗവുമായിട്ട് ഞങ്ങൾ ബന്ധം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജനതാദൾ UDF വിടണം. BJPയുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന നിതീഷ് കുമാറുമായുള്ള ബന്ധവും വിച്ഛേദിക്കണം. അങ്ങനെ ബന്ധം വിച്ഛേദിച്ച് പുറത്തു വരികയാണെങ്കിൽ ജനതാദൾ യുവിനെ ഇടതുപക്ഷ മുന്നിൽ എടുക്കുന്ന കാര്യം ആ സന്ദർഭത്തിൽ CPIM ചർച്ച ചെയ്യും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്യും. മഹാസഖ്യത്തിൽ നിന്ന് പുറത്തുവന്ന നിതീഷ് കുമാർ BJP പിന്തുണയോടെ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഉപമുഖ്യമന്ത്രിയായി സുശീൽ കുമാർ മോദിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നിതീഷ് സർക്കാർ നാളെ വിശ്വാസ വോട്ട് നേടും. 132 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് നിതീഷ് കുമാർ പക്ഷത്തിന്റെ അവകാശവാദം. ബീഹാറിന്റെ വികസനത്തിനു വേണ്ടിയാണ് താൻ തീരുമാനമെടുത്തതെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിതീഷ് കുമാർ പ്രതികരിച്ചു. ബീഹാർ മുഖ്യമന്ത്രി പദം രാജിവെച്ച 17 മണിക്കൂർ തികയും മുമ്പാണ് BJP പിന്തുണയോടെ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തിയത്. പട്ന രാജ്ഭവനിൽ 13 മിനിറ്റ് മാത്രം നീണ്ടുനിന്ന ചെറുചടങ്ങിൽ ഗവർണർ കേസരിനാഥ് ത്രിപാഠി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു. തൊട്ടുപിന്നാലെ BJP നേതാവ് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയായും സത്യവാചകം ചൊല്ലി സ്ഥാനമേറ്റു. കൂടുതൽ മന്ത്രിമാർ സ്ഥാനമേൽക്കുമെന്ന് അഭ്യൂഹമുണ്ടായെങ്കിലും അതുണ്ടായില്ല. ബീഹാർ നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ RJDയുമായി മന്ത്രിസഭാ രൂപീകരണത്തിന് ഗവർണർ 11 മണിക്ക് കൂടിക്കാഴ്ച നടത്താനിരിക്കെ അതിന് 1 മണിക്കൂർ മുമ്പായിരുന്നു നിതീഷിന്റെ സത്യപ്രതിജ്ഞ. നാളെ പുതിയ സർക്കാർ നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് തേടും. 243 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷമായ 122 മറികടക്കാൻ നിലവിലെ സാഹചര്യത്തിൽ JDU BJP സഖ്യത്തിന് കഴിയും. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം പുതിയ സഖ്യത്തിന് 129 MLA-മാരുടെ പിന്തുണയുണ്ട്. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം മന്ത്രിസഭാ പുനഃസംഘടന നടത്തും. ബീഹാറിന്റെ വികസനത്തിനു വേണ്ടിയാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിതീഷ് കുമാർ പ്രതികരിച്ചു. അതേസമയം നേതാക്കന്മാർ അധികാരം നിലനിർത്താൻ എന്തും ചെയ്യുമെന്ന് മനസ്സിലായതായി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ദില്ലിയിൽ പ്രതികരിച്ചു. മഹാസഖ്യം ഉപേക്ഷിക്കാനും പുതിയ സഖ്യം തിരഞ്ഞെടുക്കാനും നിതീഷിന് വേണ്ടി വന്നത് 5 മണിക്കൂറിൽ മാത്രം താഴെ സമയം. തന്ത്രപരമായ കുതിരക്കച്ചവടത്തിലൂടെ കാര്യങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ BJP നീക്കി. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ബീഹാർ വിഷയത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായി. നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണെന്ന് RJD MPമാർ ലോക്സഭയിൽ ആരോപിച്ചു. അതേസമയം 2005-ലെ സംജോത എക്സ്പ്രസ് ട്രെയിനിൽ ആക്രമണത്തിന്റെ അന്വേഷണം UPA സർക്കാർ അട്ടിമറിച്ചെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. മോട്ടോർ വാഹന ഭേദഗതി ബിൽ നാളെ രാജ്യസഭ ചർച്ച ചെയ്യും. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ബീഹാർ വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധവും തുടങ്ങി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് മോദി സർക്കാരെന്ന് RJD MP ജയപ്രകാശ് നാരായൺ ആരോപിച്ചു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സർക്കാരുകളെ അട്ടിമറിക്കുന്ന BJP നയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് നിതീഷിന്റെ രാജിയെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ബഹളത്തെ തുടർന്ന് 25 മിനിറ്റോളം ലോക്സഭാ നടപടികൾ നിർത്തിവച്ചു. 6 കോൺഗ്രസ് MPമാരെ 5 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്ത സ്പീക്കറുടെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് MPമാരും പ്രതിഷേധമുയർത്തി. സസ്പെൻഷൻ പിൻവലിക്കണമെന്നും സ്പീക്കർ നീതി പുലർത്തണമെന്നുമുള്ള പോസ്റ്ററുകളുമായാണ് കോൺഗ്രസ് MPമാർ സഭയിലെത്തിയത്. സംജോത എക്സ്പ്രസ് ട്രെയിൻ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച രാജ്യസഭയെയും പ്രക്ഷുബ്ധമാക്കി. 2005 ട്രെയിൻ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ കേന്ദ്രമായ ലഷ്കർ ഇ തൈബയാണെന്നും എന്നാൽ ഹൈന്ദവ തീവ്രവാദികളെന്ന് വരുത്തി തീർക്കാൻ UPA സർക്കാർ ശ്രമിച്ചുവെന്നും സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു.
ഇറാഖിലെ മൊസൂളിൽ കാണാതായ ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാർ അന്വേഷിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും വ്യക്തമാക്കി. അതേസമയം ഗതാഗത മേഖലയിൽ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന മോട്ടോർ വാഹന നിയമം നാളെ രാജ്യസഭയിൽ ചർച്ച ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഗായിക റിമി ടോമിയെ പോലീസ് ചോദ്യം ചെയ്തു. ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും ഫോൺ വിളികൾ സംബന്ധിച്ചുമാണ് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞത്. ആവശ്യമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. എന്നാൽ തനിക്ക് ദിലീപുമായി സാമ്പത്തിക ഇടപാടുകൾ ഒന്നുമില്ലെന്ന് റിമി ടോമി പറഞ്ഞു. അന്വേഷണ സംഘത്തിലംഗമായ പെരുമ്പാവൂർ സിഐ ബൈജു കെ പൗലോസ് ഫോൺ മുഖേനയാണ് റിമിയുടെ മൊഴിയെടുത്തത്. ദിലീപ്, കാവ്യ എന്നിവരുമായി തുടർച്ചയായുള്ള ഫോൺ സംഭാഷണങ്ങൾ, ദിലീപുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചാണ് റിമിയോട് പോലീസ് ചോദിച്ചറിഞ്ഞത്. നടി ആക്രമിക്കപ്പെട്ട സംഭവം ആരിൽ നിന്നാണ് റിമി അറിഞ്ഞതെന്നും പോലീസ് ആരാഞ്ഞു. വിദേശ പര്യടനത്തിനിടെ ഉണ്ടായ സംഭവവികാസങ്ങളും റിമിയോട് പോലീസ് ചോദിച്ചറിഞ്ഞു. 2 അമേരിക്കൻ പര്യടനങ്ങളിൽ ദിലീപിന്റെ സംഘത്തിൽ റിമിയും ഉൾപ്പെട്ടിരുന്നു. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പൾസർ സുനിയെ പ്രതിയാക്കി കുറ്റപത്രം നൽകിയ ശേഷം 2017 ഏപ്രിലായിരുന്നു ഒടുവിലത്തെ US പര്യടനം. പര്യടനത്തിനിടയിലെ ദിലീപിന്റെയും കാവ്യയുടെയും പെരുമാറ്റം, സംഭാഷണങ്ങൾ എന്നിവ സംബന്ധിച്ചായിരുന്നു അന്വേഷണ സംഘത്തിന് അറിയേണ്ടിയിരുന്നത്. നടി ആക്രമിക്കപ്പെടുന്നതിന് മുൻപ് ദുബായ് ഷോയ്ക്കിടെ ദിലീപും നടിയും തമ്മിലുള്ള വാക്കുതർക്കത്തിലും റിമി ദൃക്സാക്ഷിയായിരുന്നു. ഈ സംഭവം സംബന്ധിച്ചും പോലീസ് ചോദിച്ചറിഞ്ഞു. റിമിയുടെ ചില ഉത്തരങ്ങളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പോലീസ് കരുതുന്നു. ഇതിനെ തുടർന്ന് മൊഴി വിശദമായി പരിശോധിക്കുകയാണ്. ആവശ്യമെങ്കിൽ റിമിയെ വിളിച്ചു വരുത്തി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. എന്നാൽ താനും ദിലീപുമായി യാതൊരു സാമ്പത്തിക ഇടപാടുകളുമില്ലെന്നും തന്നെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും റിമി പ്രതികരിച്ചു. ഒരു സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് എന്റെ അക്കൗണ്ടിലോട്ട് കോടികൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 2 വർഷം മുമ്പ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവർക്ക് കണ്ടുപിടിക്കായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ആരും പരിശോധിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റിയല്ലേ. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് അന്വേഷണം കൂടുതൽ താരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. കൂടുതൽ പേരെ ചോദ്യം ചെയ്യുമെന്നും വരും ദിവസങ്ങളിൽ നിർണായകമായ ചില അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുമാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടൻ ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ചാലക്കുടിയിലെ ഡി സിനിമാസിന്റെ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി. തിയേറ്റർ സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കൈയേറിയെന്ന പരാതിയെ തുടർന്നാണ് ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. അതേസമയം നിലവിലെ പരിശോധനയിൽ അതൃപ്തി രേഖപ്പെടുത്തി പരാതിക്കാർ രംഗത്ത് വന്നു. CG ദിൽജിത്ത് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. രാവിലെ 10 കൂടിയാണ് പരിശോധന ആരംഭിച്ചത്. സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 20ഓളം ഉദ്യോഗസ്ഥരാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ആദ്യം ദിലീപിന്റെ ഉടമസ്ഥയിലുള്ള തിയേറ്ററിന്റെ അതേ സർവേ നമ്പറുള്ള മറ്റ് സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. 6 ഭൂമി ഉടമകളുടെ ഭൂമി പരിശോധിച്ച ശേഷമാണ് ദിലീപിന്റെ ഉടമസ്ഥയിലുള്ള തിയേറ്ററിന്റെ പിൻവശത്ത് കണ്ണമ്പുഴ ക്ഷേത്രത്തോട് അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് പരിശോധന. ഈ ഭാഗത്ത് ചാലക്കുടി പുഴയിലേക്ക് എത്തുന്ന കനാലിന്റെ ഭാഗമാണ് കയ്യേറിയെന്ന് ആരോപിക്കപ്പെടുന്നത്. 35 സെന്റിലധികം വരുന്ന ഭൂമിയിൽ കയ്യേറ്റമുണ്ട് എന്ന പരാതിക്കാരുടെ ആരോപണത്തെ തുടർന്നാണ് തൃശൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു വരുന്നത്. ഇവിടെ ഈ ഭാഗത്ത് അന്വേഷണം നടത്തി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ 3 കൂടി തന്നെ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഏതാനും ദിവസങ്ങൾക്കകം തൃശൂർ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും തൃശൂർ ജില്ലാ കളക്ടർ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി റവന്യൂ മന്ത്രിക്ക് സമർപ്പിക്കുകയും ചെയ്യും. CG ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. വടക്കൻ പറവൂരിലെ കരുമാലൂരിൽ ദിലീപ് കയ്യേറിയെന്ന് ആരോപിക്കുന്ന 2 ഏക്കർ ഭൂമി റവന്യൂ ഉദ്യോഗസ്ഥർ അളക്കുന്നു. 30 സെന്റോളം ഭൂമി കയ്യേറിയിട്ടുണ്ടെന്ന വില്ലേജ് ഓഫീസറുടെ പ്രാഥമിക റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. അതേസമയം സമീപത്തുള്ള കയ്യേറ്റങ്ങളും അളക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥലത്ത് പ്രതിഷേധം നടത്തി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ദിലീപിന്റെ സ്ഥലത്തെ ചുറ്റുമതിലിന്റെ ചില ഭാഗങ്ങൾ പൊളിയുകയും ചെയ്തു. സിബി ജോസഫ് ചേരുന്നു. സിബി, വാർത്തയുടെ വിശദാംശങ്ങൾ. ധന്യ വടക്കം പറവൂരിലെ കരുമാലൂർ പഞ്ചായത്തിലെ കാരക്കാതുരുത്തിലാണ് ദിലീപിനും മഞ്ജു വാര്യരും പേരിൽ 2006-ൽ 2 ഏക്കറോളം ഭൂമി വാങ്ങിയത്. ഇതിൽ 30 സെന്റ് സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത്. ഇതേ തുടർന്നാണ് ഇന്ന് ഉച്ചയോടെ സർവേ സംഘം എത്തി ഇപ്പോഴും അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ദിവസത്തോളം സമയം വേണ്ടിവരുമെന്നാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിവരുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ സ്ഥലത്ത് UDF സർക്കാരിന്റെ കാലത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തിയും കുളിക്കടവും നിർമ്മിച്ചു നൽകുകയും ചെയ്തുവെന്ന് ഒരു ആരോപണം ഈ പഞ്ചായത്ത് ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കുകയാണ്
ഇത്തരത്തിലുള്ള ഈ സംരക്ഷണ ഭിത്തിയും അതുപോലെ തന്നെ കുളിക്കടവും നിർമ്മിച്ചത്. ഇതിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഭൂമിയിൽ കയ്യേറ്റ ഭൂമി ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയില്ല, എത്രത്തോളം ഭൂമി കയ്യേറി എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത്. എന്തായാലും 2-3 ദിവസത്തിനകം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ പ്രദേശത്തോട് ചേർന്നുള്ള ഈ പെരിയാർ തീരത്തുള്ള മറ്റു ഭാഗങ്ങളിൽ കൂടിയും കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും അതും അളന്ന് തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF-ഉം BJP-യും എല്ലാം പ്രതിഷേധവുമായി എത്തിയിരുന്നു. ഇതേസമയം തന്നെ DYFI ഈ ദിലീപിന്റെ ഈ ഭൂമിക്ക് ചുറ്റുമുള്ള മതിൽ പൊളിച്ചു നീക്കാൻ തുനിയുകയും പിന്നെ പോലീസ് എത്തി ഇവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും എന്തായാലും ഇപ്പോൾ ഒരു നേരിയ സംഘർഷാവസ്ഥ അവിടെ ഇല്ല. ഇപ്പോൾ കൃത്യമായി റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുകയാണ്. എന്തായാലും 3 ദിവസത്തിനകം തന്നെ ഈ ഭൂമി തിട്ടപ്പെടുത്തി ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും. ധന്യ. സിവി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്. മലയാള സിനിമയിലെ തൊഴിൽ സംസ്കാരത്തെയും സംവിധായകനും നടനുമായ ലാലിനെ വിമർശിച്ച വിമൻ ഇൻ സിനിമ കളക്ടീവ് പ്രതിഷേധിച്ച നടിക്ക് പ്രതിഫലം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതും അത് പരസ്യമായി പറയുന്നതും ഈ മേഖലയിലെ ഫ്യൂഡൽ സ്വഭാവമാണ് കാണിക്കുന്നത്. മറ്റൊരു നടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമം അങ്ങേയറ്റം ഹീനവും നിന്ദ്യവുമാണെന്നും WCC കുറ്റപ്പെടുത്തുന്നു. സിനിമാ മേഖലയിലെ തൊഴിൽ പെരുമാറ്റച്ചട്ടങ്ങളുടെയും ലിംഗനീതിയില്ലായ്മയുടെയും അഭാവത്തെയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ WCC വിമർശിച്ചു. ദിലീപിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ നൽകുന്നില്ലെന്ന് ADGP R. ശ്രീലേഖ. ഇത് സംബന്ധിച്ചുള്ള വാർത്ത എങ്ങനെ പുറത്തു വന്നു എന്ന കാര്യം അന്വേഷിക്കുമെന്നും ശ്രീലേഖ വ്യക്തമാക്കി. അതൊന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി. നിങ്ങൾ പത്രക്കാർ പറയുന്നതല്ലാതെ അതിനെക്കുറിച്ച് ഒരു വാർത്തയും കിട്ടിയിട്ടില്ല, എനിക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പത്രത്തിൽ കൂടെയുള്ള ന്യൂസേ ഉള്ളൂ. അതിനെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുന്നത്. എൻ്റെ അറിവിലില്ല. ആരോപണം പത്രത്തിലൂടെയല്ലേ ഉയർന്നത്? ആരാണ് ആരോപണം ഉണ്ടാക്കിയതെന്നാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. എൻ്റെ അറിവിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ. ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ മുൻ DGP TP സെൻകുമാറിനെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. വിമൻ ഇൻ കളക്ടീവ് സിനിമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ADGP B. സന്ധ്യയ്ക്കാണ് അന്വേഷണ ചുമതല. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് മുൻ DGP സെൻകുമാറിനെതിരെ അന്വേഷണത്തിന് DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയായ വുമൺ ഇൻ സിനിമ കളക്ടീവ് എന്ന സംഘടന നൽകിയ പരാതി പരിഗണിച്ചാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ADGP B. സന്ധ്യയുടെ മേൽനോട്ടത്തിൽ IG മനോജ് എബ്രഹാമായിരിക്കും വിഷയം അന്വേഷിക്കുക. ഒരു മലയാളം ഓൺലൈൻ മാസികയ്ക്ക് സെൻകുമാർ നൽകിയ അഭിമുഖത്തിനിടയിലാണ് വിവാദ പരാമർശങ്ങൾ നടത്തിയതെന്നാണ് ആരോപണം. സമാന അഭിമുഖത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന പരാമർശം നടത്തിയതിന് സെൻകുമാറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഈ കേസിൽ സെൻകുമാർ ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല മുൻകൂർ ജാമ്യം നേടിയിട്ടുമുണ്ട്. ഈ ഘട്ടത്തിലാണ് സ്ത്രീത്വത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട പുതിയ കേസ് സെൻകുമാറിനെതിരെ വന്നിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PU ചിത്രയെ ഒഴിവാക്കിയത് PT ഉഷ ഉൾപ്പെടെയുള്ള നിരീക്ഷക അംഗങ്ങളുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചെന്ന് അത്ലറ്റിക് ഫെഡറേഷൻ അധ്യക്ഷൻ GS രൺധോവ. PU ചിത്രയെ ഒഴിവാക്കിയ കമ്മിറ്റി തീരുമാനം നിരീക്ഷകരുടെ അറിവോടെ അല്ലായിരുന്നു എന്ന് ഉഷയും പ്രതികരിച്ചു. അതേസമയം ചിത്രയില്ലാതെ ഇന്ത്യൻ ടീം ലണ്ടനിലേക്ക് പറന്നു. കോവളം കൊട്ടാരം സ്വകാര്യ ഗ്രൂപ്പിന് കൈമാറാൻ സർക്കാർ തീരുമാനം. മന്ത്രിസഭാ യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. ഉടമസ്ഥാവകാശം സർക്കാരിൽ നിലനിർത്തിയാകും കൈമാറുക. കൈവശാവകാശം മാത്രമാകും സ്വകാര്യ കമ്പനിയായ RP ഗ്രൂപ്പിന് നൽകുക. PSCയിലെ 7 അംഗങ്ങളുടെ ഒഴിവ് നികത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പൈതൃക സ്മാരകമായ കോവളം കൊട്ടാരവും അനുബന്ധ 63 ഏക്കറും സ്വകാര്യ കമ്പനിയായ RP ഗ്രൂപ്പിന് കൈമാറാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഉടമസ്ഥാവകാശം സർക്കാരിൽ നിലനിർത്തും. സിവിൽ കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരവും സർക്കാരിനുണ്ടാകും. കൈവശാവകാശം മാത്രമാണ് സ്വകാര്യ കമ്പനിക്ക് ഉണ്ടാവുക. സ്വകാര്യ ഗ്രൂപ്പിന് അനുകൂലമായി സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സർക്കാർ തീരുമാനം. കൊട്ടാരം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകേണ്ട എന്ന അറ്റോർണി ജനറലിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമോപദേശവും സർക്കാരിന് നേരത്തെ ലഭിച്ചിരുന്നു. 1970-ലാണ് സംസ്ഥാന സർക്കാർ കോവളം കൊട്ടാരവും അനുബന്ധ സ്ഥലവും ഇന്ത്യ ടൂറിസം വികസന കോർപ്പറേഷന് കൈമാറുന്നത്. അവർക്കും കൈവശാവകാശം മാത്രമാണ് നൽകിയിരുന്നത്. പിന്നീട് ലീല ഗ്രൂപ്പും തുടർന്ന് രവി പിള്ളയുടെ ഉടമസ്ഥതയിലുള്ള RP ഗ്രൂപ്പും സ്വന്തമാക്കി.
2004 സംസ്ഥാന സർക്കാർ കൊട്ടാരവും സ്ഥലവും ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും 2005 നിയമപരിരക്ഷ നൽകാൻ നിയമം കൊണ്ടുവരികയും ചെയ്തു. ഇതോടെയാണ് കോവളം കൊട്ടാരം സംബന്ധിച്ച നിയമപോരാട്ടം ആരംഭിച്ചത്. കോവളം കൊട്ടാരം കൈമാറാനുള്ള തീരുമാനത്തിന് പുറമെ PSCയിലെ 7 അംഗങ്ങളുടെ ഒഴിവ് നികത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. PH ഇസ്മായിൽ, അഡ്വക്കേറ്റ് റോഷൻ റോയ്, ഡോക്ടർ KP സജിലാൽ, PK വിജയകുമാർ, ഡോക്ടർ D രാജൻ, TR അനിൽകുമാർ, മുഹമ്മദ് മുസ്തഫ എന്നിവരാണ് പുതിയ അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോവളം കൊട്ടാരം കൈമാറിയതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് കാനം രാജേന്ദ്രൻ. CPI കൂടിയാണ് കൈമാറാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്നും കാനം പറഞ്ഞു. CPIക്ക് പ്രത്യേകിച്ചല്ല, ക്യാബിനറ്റ് എടുത്ത തീരുമാനം CPIയുടെ കൂടെ തീരുമാനം അല്ലല്ല, ഒരു വിയോജിപ്പില്ല. അതായിക്കോട്ടെ, അതിപ്പോൾ സർക്കാർ എടുത്ത തീരുമാനമല്ലേ. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയ സ്ഥാപനമാണ്. അതിന് കേരളത്തിലെ ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം ഹൈക്കോടതി, സുപ്രീം കോടതി അത് റദ്ദ് ചെയ്തു. സുപ്രീം കോടതി അവർക്ക് പൊസഷൻ കൊടുത്തിരിക്കുകയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥാവകാശം നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ അവർക്കിത് കൈമാറിയിരിക്കുന്നത്. അതിൽ നിയമവിരുദ്ധമായിട്ടൊന്നുമില്ല. വാർത്തകളിലേക്ക്. സംസ്ഥാനത്തുടനീളമുള്ള സിവിൽ സപ്ലൈസ് ഓഫീസുകളിലും റേഷൻ ഗോഡൌണുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി. ഓണക്കാലം പ്രമാണിച്ച് വിപണിയിൽ കരിഞ്ചന്ത ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് റെയ്ഡ്. സപ്ലൈ ഓഫീസുകളിൽ നിന്ന് ഗോഡൌണിലേക്ക് അരിയെത്തിക്കുന്നതിൽ റേഷനിംഗ് ഇൻസ്പെക്ടർമാർക്ക് വീഴ്ച സംഭവിച്ചതായിട്ടാണ് പ്രാഥമിക വിവരങ്ങൾ ലഭിക്കുന്നത്. കോട്ടയം പാമ്പാടിയിൽ 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ആശ്വാസ് ഭവൻ ഡയറക്ടർ അറസ്റ്റിൽ. പാമ്പാടി സ്വദേശി ജോസഫ് മാത്യു ആണ് അറസ്റ്റിലായത്. പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. കോട്ടയം പാമ്പാടി ആശ്വാസ് ഭവനിലുണ്ടായിരുന്ന ബാലികയെ ഡയറക്ടറായ ജോസഫ് മാത്യു പലതവണ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. 2016 സംഭവം നടക്കുന്നത്. പെൺകുട്ടി സ്കൂളിലെ അധ്യാപകരോട് പറഞ്ഞതിനെ തുടർന്നാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുകയും പോലീസിന് കേസ് കൈമാറുകയുമായിരുന്നു. ഇതേ തുടർന്ന് ഒളിവിൽ പോയ ജോസഫ് മാത്യുവിനെ ഇന്നലെ കുട്ടിക്കാനത്ത് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നുവെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി N രാമചന്ദ്രൻ പറഞ്ഞു. ഈ ജോസഫ് മാത്യു ഈ കുട്ടിയെ ലൈംഗികമായി 2016 ചൂഷണം ചെയ്തു എന്ന് മനസ്സിലായതിനെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് പോക്സോ 9 സെക്ഷൻ 9 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. പാമ്പാടി CM സംഘവും അവർ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജോസഫ് മാത്യുവിനെതിരെ പോക്സോ ചുമത്തിയിട്ടുണ്ട്. CWCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആശ്വാസ് ഭവന്റെ പ്രവർത്തനം മരവിപ്പിച്ചു. ഇവിടെയുണ്ടായിരുന്ന 12 കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തടവറയ്ക്കുള്ളിൽ നിന്ന് ഒരു കലാകാരൻ. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ അന്തേവാസിയായ രാജേഷാണ് ഈ കലാകാരൻ. സ്വന്തമായി എഴുതി അഭിനയിച്ച രാജേഷിന്റെ തടവറയിൽ നിന്നും എന്ന ആൽബത്തിന്റെ പ്രകാശനം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് സംവിധായകൻ രാജസേനൻ നിർവഹിച്ചു. തനിക്ക് കിട്ടിയ 20 ദിവസത്തെ പരോൾ ജീവിതത്തിലാണ് രാജേഷ് തന്റെ ജീവിത പകർച്ചകൾ കൂടി കുറിച്ചെടുത്ത കൂട്ടുകാരുടെ സഹായത്തോടെ ആൽബം നിർമ്മിച്ചത്. ജയിൽ ജീവിതത്തിന്റെ വേഷപ്പകർച്ച കൂടി കൂട്ടിച്ചേർത്ത ആൽബത്തിന് തടവറയിൽ നിന്നെന്ന പേരുമിട്ടു. വാഴമുട്ടൻ ചന്ദ്രബാബു സംഗീതം നൽകിയിരിക്കുന്ന രാജേഷിന്റെ വരികൾ പന്തളം ബാലനാണ് പാടിയിരിക്കുന്നത്. തിരുവനന്തപുരം കണ്ണമ്മൂല സ്വദേശി രാജേഷ് ജയിൽവാസം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന രാജേഷ് തന്റേതല്ലാത്ത കൈയബദ്ധം കൊണ്ട് സംഭവിച്ച കൊലപാതക കുറ്റത്തിനാണ് ശിക്ഷ തേടി പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. രാജേഷ് വളരെ നല്ല കലാകാരനാണ്, അറിയാം. അതിനുശേഷം അന്ന് പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ ഇല്ലാതിരുന്ന ഒരാളാണ്. ഈ ജയിലിലെ ലൈബ്രറി പ്രയോജനപ്പെടുത്തി പഠിച്ച് ഇപ്പോൾ +2 വരെ ആയിരിക്കുന്ന ഒരു സാഹചര്യം. അതുമാത്രമല്ല, തൻ്റെ കൂടെയുള്ള അക്ഷരാഭ്യാസമില്ലാത്ത ആൾക്കാരെ, സഹ തടവുകാരെ പഠിപ്പിക്കുവാനുമുള്ള 10 പേരിൽ ഒരാളായി മാറിയെന്നാണ് അറിയുന്നത്. ജയിലിൽ വെച്ച് അന്തേവാസികളും ഉദ്യോഗസ്ഥരും സുഹൃത്തുക്കളും നിറഞ്ഞ സദസ്സിൽ നിറഞ്ഞ ഹർഷാരവത്തോടെയാണ് രാജേഷിന്റെ പാട്ടിനെ എല്ലാവരും സ്വീകരിച്ചത്. ക്ഷണഭംഗുരമായ ഈ ജീവിതത്തിൽ എനിക്ക് പറ്റിപ്പോയ ചില കൈപ്പിഴകളുണ്ടായ ദുഃഖം അതൊരിക്കലും ഇനി എത്ര ജന്മമെടുത്താലും മാറില്ല എന്നറിയാം. എങ്കിലും എൻ്റെ ഏറ്റവും വലിയ സർവകലാശാലയാണ് ഈ ജയിൽ. കാരണം ഞാൻ ഇവിടെ വന്നതിൻ്റെ പേരിലാണ് ജീവിതത്തിൻ്റെ മഹത്തരവും പരപ്പും എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അതിനെത്ര പ്രായശ്ചിത്തം ചെയ്താലും മതിയാവില്ല. ജയിൽ DIG B പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംവിധായകൻ രാജസേനൻ ടിവിയുടെ പ്രകാശനം നിർവഹിച്ചു. നടൻ ഗോപകുമാർ, നടി സോന നായർ, നടൻ ശബരിനാഥൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തലശ്ശേരിയിൽ RSSുകാർ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശ്രീജൻ ബാബുവിനെ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശിച്ചു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെത്തിയ കോടിയേരിയും ഡോക്ടർമാരും കുടുംബാംഗങ്ങളുമായും ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അരമണിക്കൂറോളം ആശുപത്രിയിൽ തങ്ങിയാണ് കോടിയേരി മടങ്ങിയത്. ഈ മാസം 3-നാണ് RSS സംഘം ശ്രീജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ഭാസ്കരനും കോടിയേരിക്കൊപ്പം ആശുപത്രിയിലെത്തി. ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. ആന്ധ്രയിലെ ഹജുവാക്ക 400 kV സബ്സ്റ്റേഷനിലുണ്ടായ തകരാറ് ഇതുവരെ പരിഹരിക്കാത്തത് കാരണവും കൽക്കരി ക്ഷാമം മൂലമുണ്ടായ കേന്ദ്ര വൈദ്യുതി വീതത്തിലെ കുറവ് പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്തതും കാരണം 350 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവ് ഇന്നും കേരള ഗ്രിഡിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വൈകുന്നേരം 4:45 മുതൽ രാത്രി 10:45 വരെ 15 മിനിറ്റ് വീതം വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്കൂൾ കായികമേളയ്ക്ക് പാലായിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഒക്ടോബർ 13 മുതൽ 16 വരെയാണ് മീറ്റ്. 1/4 നൂറ്റാണ്ടിന് ശേഷം പാലായിൽ വിരുന്നിനെത്തുന്ന സ്കൂൾ കായികമേള വൻ വിജയമാക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാരും കായിക പ്രേമികളും. കേരളത്തിന്റെ കായിക കുതിപ്പിന് പ്രതീക്ഷയേകുന്ന മേളയാണ് 1/4 നൂറ്റാണ്ടിന് ശേഷം പാലായിൽ വിരുന്നെത്തുന്നത്. മത്സരങ്ങൾക്ക് വേദിയാകുന്ന പാലാ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ജോലികൾ അവസാന ഘട്ടത്തിലെത്തി. കായിക യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ സ്പോർട്സ് എഞ്ചിനീയറിംഗ് വിങ്ങിന്റെ ചുമതലയിൽ സർക്കാർ നേരിട്ടാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം. സിന്തറ്റിക് ട്രാക്ക് നിർമ്മാണം പൂർത്തീകരിച്ചതിന് പുറമെ സ്പോർട്സ് കോംപ്ലക്സ്, രാജ്യാന്തര നിലവാരത്തിലുള്ള ഫുട്ബോൾ മൈതാനം, 25 മീറ്റർ നീളമുള്ള നീന്തൽക്കുളം, കായിക താരങ്ങൾക്കുള്ള ഡ്രസ്സിംഗ് മുറികൾ, ഒഫീഷ്യലുകൾക്കുള്ള താമസ സൗകര്യം, ജിംനേഷ്യം ഉൾപ്പെടെയുള്ള ജോലികൾ പൂർത്തിയായി. സംസ്ഥാന അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ VC അലക്സ് പൂർത്തീകരിക്കാനുള്ളതിനും ഇതിന്റെ ചുറ്റിനുള്ള ഒരു റെയിലിംഗ്സ് ഉണ്ട്. ആ റെയിലിംഗ്സും പെർമനന്റ് ആയിട്ടുള്ള ടോയ്ലറ്റുകളാണ് ഉണ്ടാകേണ്ടത്. അത് ഈ ഒരു മാസത്തിനകം അല്ല 1.5 മാസം കൊണ്ട് തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. 14 ജില്ലകളിൽ നിന്നായി മത്സരത്തിൽ മാറ്റുരയ്ക്കാനെത്തുന്ന കായിക താരങ്ങളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കായിക പ്രേമികൾ. കായിക കേരളത്തിന്റെ യശസ് ഉയർത്തിയ ദേശീയ അന്തർദേശീയ താരങ്ങൾ പരിശീലനം നേടി വളർന്ന മണ്ണാണ് പാലയിലേത്. ആ പാലയിലേക്ക് കൗമാര കേരളത്തിന്റെ കായികമേള കൂടി വിരുന്നെത്തുമ്പോൾ അതിന്റെ ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അത് ഉത്സവമാക്കാനുള്ള ശ്രമത്തിലാണ് സംഘാടകർ. പാലായിലെ സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പൂക്കരയോടൊപ്പം TP പ്രശാന്ത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്തും വലകൾ നിർമ്മിച്ചും തീരദേശം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ മാസം 31-ന് അർദ്ധരാത്രിയോടെ ട്രോളിംഗ് നിരോധനം അവസാനിക്കും. തീരദേശവും മത്സ്യത്തൊഴിലാളികളും ആവേശത്തിലാണ്. 1.5 മാസം നീണ്ട ദുരിത അനുഭവങ്ങൾ മറന്ന് ചാകര തേടി കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. അറ്റകുറ്റപ്പണികൾ തീർത്ത് പെയിന്റിംഗ് ജോലികളും പൂർത്തിയാക്കി മത്സ്യബന്ധന ബോട്ടുകൾ തീരത്ത് നിരന്നു കഴിഞ്ഞു. പുതിയ വലകൾ നിർമ്മിക്കുകയും ലോഡിംഗ് ഉപകരണങ്ങളുടെ പെയിന്റിംഗ് ജോലികളും പുരോഗമിക്കുകയാണ്. പ്രതീക്ഷയുള്ളൂ, നമുക്ക് ഇതുമായിട്ടുള്ള പ്രതീക്ഷയാണല്ലോ ഇതിങ്ങനെ വരുന്നത്. അത് കരിക്കടിക്കുള്ള വരാതെ ചെറിയ വലകളാണ്. അതല്ല ഇപ്പൊ ഇത് വലിയ ബോട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാം റിപ്പയറിങ്ങും പുതിയതും ഉണ്ടാക്കിയിട്ട് നല്ല ക്യാച്ചിങ് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നീങ്ങുന്നത് എല്ലാവരും. അപ്പോൾ നമുക്ക് 31-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മുടെ പഴയ പണിയെല്ലാം തീർക്കണം. മിക്കുമണികളും ഉപയോഗിച്ചുള്ള വലകളാണ് കൂടുതലായി ഉണ്ടാക്കുന്നത്. ട്രോളിംഗ് കഴിയുമ്പോൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കരിക്കാടി ചെമ്മീനിനും കണവയ്ക്കുമൊക്കെ പ്രത്യേക വലകളും ഒരുക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലഘട്ടത്തിൽ മഴ കുറഞ്ഞത് മത്സ്യത്തിന്റെ ലഭ്യത ബാധിക്കുമോ എന്ന ആശങ്കയും മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.